പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന പത്രോസിനോട് 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസ് നിഷേധിച്ച 3 പ്രാവശ്യത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ്റെ അനുതാപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവനെ നയിക്കും. അനുതപിച്ചുകൊണ്ട് കർത്താവെ, നീ എല്ലാം അറിയുന്നു, എല്ലാം അറിയുന്നവൻ്റെ തിരുമുമ്പിൽ എല്ലാം സമർപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം അവൻ്റെ മേൽ ചൊരിയപ്പെട്ടത്. എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം അവന് നൽകിക്കൊണ്ട് അവനെ വിളിച്ച കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് നിൻ്റെ കൃപകളാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഞങ്ങളെ വിളിക്കുന്ന ഒരുക്കത്തിൻ്റെ 8-ാം ദിവസത്തിലേക്ക് കർത്താവെ ഞങ്ങൾ പ്രവേശിക്കും. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തണമേ. ഇന്ന് ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചേരുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സജീവമായി നിലനിർത്തുവാൻ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്നിടത്തൊക്കെ പരിശുദ്ധ കന്യക മറിയത്തെ പോലെ ആത്മാവിനെ പകർന്നു കൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപകളാലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ മനസ്സിലാക്കുവാനും നിന്നെ സാക്ഷ്യപ്പെടുത്തുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവേ, അപ്പോസ്തലന്മാർ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ശക്തിപ്പെട്ടതുപോലെ ശക്തിപ്പെടുവാൻ തക്കവിധം ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നീ ദിവസത്തിൽ സമർപ്പിക്കും. ഈ ദിവസം നൽകി അനുഗ്രഹിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നിൻ്റെ തിരുമുമ്പിൽ ഈ ദിവസത്തെ സമർപ്പിക്കും. ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവരെയും, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവരെയും, രോഗികളായിട്ടുള്ളവർ, ജോലി തടസ്സം നേരിടുന്നവർ, അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാതെ പോയവർ, മക്കളില്ലാത്ത ദമ്പതിമാർ, വിവാഹ തടസ്സം നേരിടുന്നവർ, രോഗികളായ കുഞ്ഞുമക്കൾ, ഓപ്പറേഷന് വിധേയമായിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന തിന്മയുടെ ശക്തിയുടെ ആധിപത്യ ആക്രമണത്തിലും കഴിയുന്നവർ, ഇവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച ഒരു വിടുതൽ ലഭിക്കുവാനും തടസ്സങ്ങൾ മാറുവാനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇടയാക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ദൂതന്മാരുടെ രാജാവായ നസ്രയക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിലുള്ള അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആവശ്യമായ കൃപാവരം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുകയും എന്നെ മഹത്വപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. സ്തുതി, ആരാധന, മഹത്വം